Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. Unity Center for Medical Education. നമസ്കാരം. പ്രധാന വാർത്തകൾ. നവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് നാടെങ്ങും ഭക്തിയുടെയും ആഹ്ലാദത്തിന്റെയും നിറവിൽ വിജയദശമി ആഘോഷിച്ചു. അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെച്ച് കുരുന്നുകൾ ഭക്തിയുടെയും വിജ്ഞാനത്തിന്റെയും ഉണർവ് നൽകിയ വിജയദശമി ആഘോഷങ്ങളോടെ ഈ വർഷത്തെ നവരാത്രിക്ക് സമാപനമായി. മഹാത്മാഗാന്ധിയെയും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശ തത്വങ്ങളെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം വഹിച്ച നിർണായക പങ്കിനെയും അനുസ്മരിച്ചുകൊണ്ട് രാജ്യമെമ്പാടും ഗാന്ധി ജയന്തി ആഘോഷം നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷവും പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയും സംഘടിപ്പിച്ചു. ചെറുകുന്നിൽ BJP നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു നാരായണന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ എന്ന ആരോപണവുമായി BJP. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി. വാർത്തകൾ വിശദമായി. നവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് നാടെങ്ങും ഭക്തിയുടെയും ആഹ്ലാദത്തിന്റെയും നിറവിൽ വിജയദശമി ആഘോഷിച്ചു. ഇതോടെ ഭക്തിയുടെയും വിജ്ഞാനത്തിന്റെയും ഉണർവ് നൽകിയ വിജയദശമി ആഘോഷങ്ങളോടെ ഈ വർഷത്തെ നവരാത്രിക്ക് സമാപനമായി. നവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് അറിവിന്റെയും നന്മയുടെയും വിജയത്തെ വിളിച്ചോതി ഭക്തിയുടെയും ആഹ്ലാദത്തിന്റെയും നിറവിൽ നാടെങ്ങും വിജയദശമി ആഘോഷിച്ചു. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെ അനുസ്മരിക്കുന്ന ഈ ദിനം രാജ്യമെമ്പാടും വിവിധ ചടങ്ങുകളോടെയാണ് കൊണ്ടാടിയത്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം വിദ്യയുടെ ആരംഭം കുറിക്കുന്ന വിദ്യാരംഭ ചടങ്ങാണ് വിജയദശമിയുടെ പ്രധാന ആകർഷണം. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വീടുകളിലും ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. എഴുത്തിനിരുത്തുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രത്തിലെ പൂജാരിമാരും ഗുരുക്കന്മാരും സാംസ്കാരിക നായകരുമാണ് നേതൃത്വം നൽകിയത്. കുന്നരു ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ കഴിഞ്ഞ 10 ദിനങ്ങളിലായി നടന്ന നവരാത്രി ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. വ്യാഴാഴ്ച രാവിലെ മുതൽ നടന്ന വിദ്യാരംഭ ചടങ്ങുകൾക്ക് ഏറ്റിക്കടയിലെത്ത് നാരായണൻ നമ്പൂതിരി, ചന്ദ്രമനയിലെത്ത് ഈശ്വരേന്ദ്രൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദകൂട്ട് നടന്നു. ഇതോടെ ഭക്തിയുടെയും വിജ്ഞാനത്തിന്റെയും ഉണർവ് നൽകിയ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെച്ച് കുരുന്നുകൾ. കുന്നരു മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ ആരംഭിച്ച വിദ്യാരംഭ ചടങ്ങ് ഉച്ചവരെ നീണ്ടുനിന്നു. പുലർച്ചെ മുതൽ തന്നെ 100 കണക്കിന് രക്ഷിതാക്കളാണ് തങ്ങളുടെ കുരുന്നുകളുമായി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഇന്ന് വിജയദശമി. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് പിച്ചവെച്ചു. കുന്നരു ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് ഭക്തി നിർഭരവും ശ്രദ്ധേയവുമായിരുന്നു. ദൃശ്യങ്ങളിലേക്ക്. വിദ്യയുടെ ദേവതയായ സരസ്വതിയുടെ അനുഗ്രഹം തേടി പുലർച്ചെ മുതൽ തന്നെ 100 കണക്കിന് രക്ഷിതാക്കളാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിലെ മണ്ഡപത്തിലൊരുക്കിയ ചടങ്ങിൽ
ഓം ഹരിശ്രീ ഗണപതായേ നമ എന്നെഴുതിച്ചാണ് കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് പ്രവേശിച്ചത്. ക്ഷേത്രം തന്ത്രിയുടെയും മറ്റ് ആചാര്യന്മാരുടെയും കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ വെള്ളിമോതിരം ഉപയോഗിച്ച് കുഞ്ഞിന്റെ നാവിലും തുടർന്ന് അരിയിൽ ചൂണ്ടുവിരൽ പിടിച്ച് മന്ത്രമെഴുതിച്ചും ആദ്യാക്ഷരം കുറിച്ചു. അക്ഷരമെഴുതുമ്പോൾ ചില കുരുന്നുകൾ കരഞ്ഞതും മറ്റു ചിലർ കൗതുകത്തോടെ ചുറ്റുപാടുകൾ വീക്ഷിച്ചതുമെല്ലാം രക്ഷിതാക്കൾക്ക് ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷങ്ങളായി. രാവിലെ ആരംഭിച്ച വിദ്യാരംഭ ചടങ്ങ് ഉച്ചവരെ നീണ്ടുനിന്നു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വലിയ തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ഭരണസമിതി വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. വിജയദശമി ദിനത്തിലെ ഈ പുണ്യകർമ്മം ഓരോ കുഞ്ഞിന്റെയും പഠന ജീവിതത്തിന് ശ്രേയസ്സുണ്ടാക്കാനുള്ള തുടക്കമായാണ് വിശ്വാസികൾ കരുതുന്നത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വിദ്യാരംഭം ഭക്തിയുടെയും അക്ഷരസ്നേഹത്തിന്റെയും ഒത്തുചേരലിന് വേദിയായി മാറി. കുന്നരു ശ്രീ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷവും പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും പത്മശ്രീ അവാർഡ് ജേതാവുമായ VP അപ്പുകുട്ടൻ പൊതുവാൾ ഉദ്ഘാടനം നിർവഹിച്ചു. National Congress Zindabad, National Congress Zindabad, Gandhi Zindabad, Mahatma Gandhi Zindabad, Mahatma Gandhi Zindabad, Mahatma Gandhi Zindabad, Government Zindabad, Government Zindabad, Bolo Bharat Mata ki Jai, Bolo Bharat Mata ki Jai, Bolo National Congress ki Jai, Mahatma Gandhi ki Jai, Mahatma Gandhi ki Jai, Mahatma Gandhi ki Jai. ലോകത്തിന്റെ എക്കാലത്തെയും മാതൃകാ പുരുഷനാണ് മഹാത്മാഗാന്ധി എന്ന് VP അപ്പുകുട്ട പൊതുവാൾ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷവും പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രണ്ടു ഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ ഇഷ്ടപ്പെടാത്തവരും അത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KJ രാജ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ DCC സെക്രട്ടറി AP നാരായണൻ, UDF മുനിസിപ്പൽ ചെയർമാൻ A രൂപേഷ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പിലാക്കൽ അശോകൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അത്തായി പത്മിനി, EP ശ്യാമള, KP മോഹനൻ, BM പീതാംബരൻ, CP ഉമണി, EM ദാമോദരൻ, യാസിൻ CH എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്നിൽ BJP നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു നാരായണന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. വ്യാഴാഴ്ച പുലർച്ചെ 2:30 വീടിന് നേരെ 3 ബോംബുകൾ എറിഞ്ഞത്. ആക്രമണത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. കണ്ണപുരം പോലീസ് സ്റ്റേഷന് സമീപത്തെ BJP കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി വിജു നാരായണന്റെ വീടിന് നേരെയാണ് അക്രമികൾ ബോംബെറിഞ്ഞത്. വീടിന്റെ ജനൽ ചില്ലകൾ തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്നാണ് BJPയുടെ ആരോപണം. ഞാൻ BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ഇന്നലെ രാത്രിയായിരുന്നു 2:30 ഒരു സ്ഫോടനം ഉണ്ടായത്. വീട്ടിൽ അച്ഛനും അമ്മയും ഞാനേ ഉള്ളൂ. ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടായത്. സംഭവത്തിൻ്റെ പറയുന്നത് CPM ആണെന്ന് വിചാരിക്കുന്നത്. BJPയിലേക്ക് ആൾ കൊഴിഞ്ഞു പോകുന്നതുകൊണ്ട്, CPM ആൾ BJPയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് ഒരു പേടിപ്പെടുത്താൻ വേണ്ടി ചെയ്താണെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം RSS ചെറുകുന്നിൽ സ്ഥാപിച്ച ബോർഡും നശിപ്പിച്ചിരുന്നു. കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്നിൽ BJP നേതാവിന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞത് CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് ആരോപണവുമായി BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. ബോംബേറ് നടന്ന വിജു നാരായണന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുകുന്നിൽ BJP നേതാവിന്റെ വീടിനു നേരെ ബോംബെറിഞ്ഞ സംഭവം CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന ആരോപണവുമായി BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. കണ്ണപുരം പോലീസ് CPMന്റെ ആജ്ഞാനുവർത്തികളാണെന്നും വിനോദ് കുമാർ ആരോപിച്ചു. ബോംബേറ് നടന്ന വിജു നാരായണന്റെ വീട് സന്ദർശിച്ച ശേഷം ചെറുകുന്നിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMൽ നിന്നുൾപ്പെടെ ആളുകൾ BJPയിലേക്ക് കടന്നു വരികയാണ്. ഇതിൽ വിരളിപൂണ്ട CPM നേതൃത്വം സമാധാനം നിലനിൽക്കുന്ന ചെറുകുന്ന് കണ്ണപുരം പ്രദേശങ്ങളിൽ അക്രമം അഴിച്ചുവിടുകയാണെന്നും KK വിനോദ് കുമാർ ആരോപിച്ചു. ഇവിടുത്തെ നിയമം സംരക്ഷിക്കാൻ വേണ്ടിയല്ല, നീതി സംരക്ഷിക്കാൻ വേണ്ടിയല്ല, CPMന്റെ ആജ്ഞാനുവർത്തികളായാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറുന്നത് എന്ന
BJPയുടെ നേരത്തെയുള്ള ആക്ഷേപം ഒരിക്കൽ കൂടി ബലപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു നടപടിയും നോക്കൂ, ഇവിടെ നിന്ന് ബിജുവിന്റെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് 10 മീറ്റർ മാത്രമേ ഉള്ളൂ. ഏതാനും മീറ്റർ മാത്രം അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷൻ ഈ സമയം വരെയായിട്ടും ആരാണ് ഈ ബോംബേറ് നടത്തിയത്, ആരാണ് ഈ അക്രമം നടത്തിയത് എന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ CI ഈ പണി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇന്ന് കണ്ണപുരത്ത് ബോംബുണ്ടാക്കിയത്, ചെറുകുന്ന് ബോംബുണ്ടാക്കിയത് CPM നേതൃത്വത്തിന്റെ അറിവും സമ്മതത്തോടും കൂടിയാണ്, അവരുടെ അനുഭാവത്തോടും കൂടിയാണ്. അവർ അനൂപമാലിക്കുണ്ടാക്കുന്ന ബോംബുകൾ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ, പ്രാദേശിക ക്രിമിനലുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. ആ ബോംബുകളാണ് ബിജു നാരായണന്റെ വീട്ടിൽ നേരെ എറിഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ബലമായി വിശ്വസിക്കുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുകുന്നിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായ സംഭവത്തിൽ BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. അക്രമം തുടർന്നാൽ CPM-കാരുടെ വീട്ടിൽ കയറി ബോംബെറിയുമെന്ന് BJP നോർത്ത് ജില്ലാ സെക്രട്ടറി അർജുൻ മാവിലക്കണ്ടി. ചെറുകുന്നിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായ സംഭവത്തിൽ BJP കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. തുടർന്ന് ചെറുകുന്നിൽ നടന്ന പ്രതിഷേധ യോഗം BJP നോർത്ത് ജില്ലാ സെക്രട്ടറി അർജുൻ മാവിലക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ തുടങ്ങിവെച്ച ഈ യുദ്ധം ഇത് അവസാനിപ്പിക്കുക ഞങ്ങൾ തന്നെയായിരിക്കും. ഇവിടെയുള്ള ലോക്കൽ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, ഏരിയ സെക്രട്ടറി എല്ലാവരും ഞങ്ങൾക്കറിയാം, എല്ലാവരുടെ വീടുകളും ഞങ്ങൾക്കറിയാം. ഓരോരുത്തരുടെയും വീട്ടിൽ ബോംബെറിയാൻ ഞങ്ങൾ സാധിക്കും. നിങ്ങളുടെ മക്കൾ എവിടെ പഠിക്കുന്നു, നിങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഈ ക്ഷമ പരീക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്നല്ല, നിങ്ങളുടെ നെഞ്ചത്ത് നിന്ന് കണ്ണീരേൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഞങ്ങൾ ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രദേശം ശാന്തിയും സമാധാനത്തോടെയും മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്യുക. ഇല്ലെങ്കിൽ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും. ചില സമയത്ത് നിയമം കയ്യിലെടുക്കാതെ നമ്മുടെ പ്രവർത്തകന്മാരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ വന്നാൽ ആ നിയമം കൈയെടുത്ത് ആ നിയമം നടപ്പിലാക്കാൻ ഞങ്ങളുടെ കോടതി ഉണ്ടാകും, ഞങ്ങൾ നടപ്പാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അക്രമം തുടർന്നാൽ CPM-കാരുടെ വീട്ടിൽ കയറി ബോംബെറിയുമെന്ന് BJP നോർത്ത് ജില്ലാ സെക്രട്ടറി അർജുൻ മാവിലക്കണ്ടി പറഞ്ഞു. പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ തിരിച്ചടി ഉറപ്പായും നൽകുമെന്ന രീതിയിലായിരുന്നു പ്രസംഗം. പ്രകാശൻ K, സുജിത് വടക്കൻ, ഗംഗാധരൻ കാളീശ്വരം, C നാരായണൻ, അരുൺ തോമസ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന ഷോർട്ട് ഫിലിമിലൂടെ ബിഗ് സ്ക്രീനിലെത്തി പ്രേമലു സിനിമയിലൂടെ ശ്രദ്ധ നേടിയ പ്രിയതാരം അഖില ഭാർഗവൻ പുതിയ വിശേഷങ്ങളുമായി വിജയദശമി ദിനത്തിൽ സ്പെഷ്യൽ ഗസ്റ്റായി നെറ്റ്വർക്ക് ന്യൂസിൽ. കാണാം അഖിലയുടെ വിശേഷങ്ങൾ. ഇന്നത്തെ ഈ വിജയദശമി ദിനത്തിൽ നമ്മളോടൊപ്പമുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഡാൻസറും നടിയുമായ അഖില ഭാർഗവനാണ്. ഹായ് അഖില. ഹായ്. സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. കുറെ നാളായാലോ ബിഗ് സ്ക്രീനിലൊക്കെ കണ്ടിട്ട്? ഇനി പടം ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഏതാണ് പുതിയ പ്രൊജക്ട്? ഇനി ഇറങ്ങാനുള്ളത് അവർ അച്ഛൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു പടം. പിന്നെ ഇനി ബാക്കിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഡാൻസ് ചെയ്യുന്നത് കണ്ടു. എത്ര കാലമായി ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ എൻ്റെ 7ാമത്തെ വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് വിദ്യാർത്ഥിൻ്റെ അടുത്ത് ഒരു 15 വർഷമായി പഠിച്ചിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ബ്രേക്ക് എടുത്തു, പഠിപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് പോയി കോയമ്പത്തൂരൊക്കെ ആയിരുന്നു എൻ്റെ PG ഒക്കെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ പിന്നെയും വന്ന് ജോയിൻ ചെയ്യും, പിന്നെയും പോകും. ഇത് തന്നെയായിരുന്നു. പിന്നെ ഇപ്പം കംപ്ലീറ്റ്ലി കൊച്ചിയിലോട്ടായതുകൊണ്ട് വരാൻ പറ്റാതെ. പക്ഷെ എല്ലാ വിജയദശമിക്കും വരും. വിദ്യാരംഭത്തിലും വന്നിട്ട് 1-2 സ്റ്റെപ്പ് കളിച്ചിട്ട് പോകും. ഈ പ്രേമലു മൂവിക്ക് ശേഷം നല്ല നല്ല റെസ്പോൺസാണ് ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ആ ഒരു മൂവിയിലേക്ക് എത്തിച്ചേരുന്നത്? എങ്ങനെയാണ്? ഓഡീഷൻ വഴി തന്നെയാണ്. അതായത് അനുരാഗും പൂവനും എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ഗിരീശേട്ടൻ ഓഡീഷൻ വിളിച്ചു, ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇന്നായതാണ് പ്രേമലു. ഈ ഒരു സിനിമ ജേണി അല്ലെങ്കിൽ ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? അത് ഇൻസ്റ്റഗ്രാം റീൽസ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ റീൽസ് ചെയ്തിടാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ടാണ് അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിലോട്ട് വിളിക്കുന്നത്.
അങ്ങനെ അതിൽ നിന്നാണ് പടത്തിലോട്ട് എത്തുന്നത്. ആ ഒരു ഷോർട്ട് ഫിലിമിന് ഭയങ്കര റെസ്പോൺസാണ് കിട്ടിയിട്ടുണ്ടായത്. 6 മില്യണോളം ആൾക്കാർ കണ്ടു കഴിഞ്ഞു. എങ്ങനെ എന്ത് തോന്നുന്നു ആ ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞിട്ട്? ആ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ അത്രയും ഭയങ്കര മിനിമലായിട്ട് എടുത്തൊരു ഷോർട്ട് ഫിലിമായിരുന്നു അത്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 100K എങ്കിലും കിട്ടുമായിരിക്കും. പിന്നെ അത് ഒരാഴ്ച കൊണ്ട് തന്നെ 1 മില്യൺ ആവുന്നു, 2 മില്യൺ ആവുന്നു, 3 മില്യൺ അങ്ങനെ പോയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അനുരാഗിലോട്ട് എന്താ പറയുക, അനുരാഗ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. അതിലെ ക്യാരക്ടറായാലും ഞാനുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അനുരാഗ് എപ്പോഴും ക്ലോസ് ഒരു ക്യാരക്ടർ തന്നെയാണോ റിയൽ ലൈഫിലും? ഏറെക്കുറെ. ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ്? ആരാണ്? എൻ്റെ ഹസ്ബൻഡും എൻ്റെ ചേട്ടനും, പിന്നെ ഇപ്പോൾ എല്ലാവരും ഫാമിലി മൊത്തം എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടീവാണ്. ഇനി ഇറങ്ങാനുള്ള സിനിമ പറഞ്ഞു വേറെ എന്തെങ്കിലും പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷൂട്ട് തുടങ്ങാൻ മെഡിക്കൽ മിറാക്കിൾ എന്ന് പറഞ്ഞൊരു പടം ഇപ്പം ഈ മാസം തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സൂക്ഷ്മദർശിനിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു റോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒട്ടുമിക്ക എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട റോളാണ്. ആ ഒരു സിനിമയ്ക്ക് ശേഷം ആ ഒരു സിനിമ ലൊക്കേഷൻ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ലൊക്കേഷൻ അനുഭവങ്ങൾ എന്താ പറയുക, അതിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ബേസിലേട്ടൻ, നസ്രിയ, ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനായിട്ടുള്ള. ഇവരൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടുമില്ല. അപ്പം സെറ്റിലോട്ട് എത്തിയിട്ട് എൻ്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തത് നസ്രിയ ചേച്ചിയായിട്ടാണ്. അപ്പം ആ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ എല്ലാവരുമായിട്ട് മിങ്കിളായി. പിന്നെ നല്ല രസമായിരുന്നു. ഞാനും പിന്നെ കൂടെ അഭിനയിച്ച പൂജ ചേച്ചിയൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു 60 ദിവസം പോയതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. 60 ദിവസമാണ് ഷൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പയ്യന്നൂർക്കാരിയാണ്, കണ്ണൂർക്കാരിയാണ്. അപ്പോൾ ആ ഒരു ഭാഷ ഒരു പ്രശ്നമായി വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നല്ല പ്രശ്നം. അതായത് പൂവനിലൊക്കെ അനുരാഗിൽ സീനില്ലായിരുന്നു, കാരണം നമ്മുടെ സ്ലാങ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പൂവനിലോട്ടൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഡബിൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ സൂക്ഷ്മദർശിനിയുടെ ഒഡീഷൻ വന്നപ്പോഴും എനിക്ക് ഒഡീഷൻ കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും കണ്ണൂർ സ്ലാങ് ആണ്, കണ്ണൂർ സ്ലാങ് വേണ്ട, നോർമൽ സ്ലാങ് പിടിക്കുന്നത്. പിന്നെ ഡബിൽ അത് പിന്നെ നേരെയാക്കി എടുക്കും. ഇപ്പം വലിയ കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, പ്രേമലു 2 ഉണ്ടാകുമോ? പ്രേമലു 2 ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഉടനെ ഒന്നുമില്ല. ഉണ്ടാവുമെങ്കിൽ അതിൽ നല്ലൊരു റോൾ തന്നെയായിരിക്കും. ഇപ്പോൾ 1 ഉണ്ടായ പോലെ തന്നെ ത്രൂ ഔട്ട് എല്ലാവരും ഉള്ളൊരു ഇതായിരിക്കും. ഓക്കെ. അപ്പോൾ ഏത് ഡാൻസിൽ ഇപ്പോൾ ഡാൻസ് പഠിക്കുന്നുണ്ട് പറഞ്ഞു, ഏതായിട്ടാണ് ചെയ്യുന്നത്? ഞാനിവിടെ വിദ്യേശിൻ്റെ അടുത്ത് എൻ്റെ 1ാം ക്ലാസ് തൊട്ട് ഞാൻ വരാൻ തുടങ്ങിയത്. ഇവിടെ എൻ്റെ എല്ലാ വളർച്ചയും വിദ്യേച്ചി നന്നായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, എൻ്റെ 10ാം ക്ലാസ് പാസ്സാവുന്നു, +2 പാസ്സാവുന്നു, കോളേജ് ചേരുന്നു, എൻ്റെ കല്യാണം കഴിയുന്നു, ഞാൻ സിനിമയിലെത്തുന്നു. ഈ സമയത്തൊക്കെ വിദ്യേച്ചി കൂടെയുണ്ട്. അതുപോലെ തന്നെ വിദ്യേച്ചിൻ്റെയും കല്യാണം കഴിയുന്നതിനൊക്കെ മുന്നെയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പം ടീച്ചറേന്ന് ഞങ്ങൾ ഇതുവരെ വിളിച്ചിട്ടില്ല, ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. ഏച്ചിന്ന് തന്നെ വിളിക്കുന്നത്, ഏച്ചീനെ പോലെ തന്നെയാണ്. അപ്പം എന്താ പറയുക, ഞങ്ങൾ ചെറുപ്പം തൊട്ട് കാണുന്ന തൊട്ട് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് നമ്മൾ തമ്മിൽ. ഞങ്ങൾ എന്താ പറയുക, എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ വരും, ഇവിടെ ഉണ്ടായിട്ട് പ്രോഗ്രാംസിന് വേണ്ട പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടാക്കും. ഇവിടുന്ന് തന്നെ ഫുഡ് ചെയ്യും. രാവിലെ വന്നാൽ രാത്രിയൊക്കെ ആയിരിക്കും വീട്ടിൽ പോവുക. പിന്നെ രാത്രി കുറേ നേരം നിൽക്കും, പ്രാക്ടീസ് ചെയ്യും. നല്ല രസമായിരുന്നു ആ സമയം. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വല്ലാണ്ട്. അങ്ങനെ ഒരു 15 വർഷം കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത് പിന്നെ ഞാൻ വന്നായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് ചെയ്യും. ഞങ്ങൾക്ക് ആ സമയത്ത് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾ പരിപാടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു ആ സമയമൊക്കെ. ഇപ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗുരുനാഥനെ കുറിച്ച് ഇപ്പം വാദോരാതെ സംസാരിച്ചു. ഈ ഗുരുനാഥയുടെ ഈ ഒരു മൊമെന്റിൽ, വിജയദശമി ദിനത്തിൽ ഈ ഒരു മൊമെന്റിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് തന്നെ അഖിലയുടെ എത്തി. ടീച്ചർ എഴുതിയ ബുക്ക് അഖിലൊക്കെ തന്നെ ഫസ്റ്റ് ആയിട്ട് തന്നു. അപ്പൊ ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത് എന്താ? ഫസ്റ്റ് എനിക്ക് ഇമോഷണലി ഒരു സാധനമുണ്ട്. ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വിദ്യേച്ച് തന്നെ PhD കഴിഞ്ഞു, വിദ്യേച്ചിൻ്റെ ബുക്ക്, വിദ്യേച്ച് എഴുതിയ ബുക്ക് എനിക്ക് തരുന്നു. അത് ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ എനിക്കത് വാങ്ങാൻ പറ്റിയതിൽ ഭയങ്കര അഭിമാനമുണ്ട്. പിന്നെ എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ മൊമെൻ്റാണ് അത്. പിന്നെ എല്ലാ വിജയദശമിക്കും ഞാൻ വരാറുണ്ട്. പക്ഷേ ഇത്തവണത്തത് കുറച്ച് സ്പെഷ്യലായി. ഇതിന് മുന്നേ ഞാൻ പടം റിലീസായതിനു ശേഷം ഒരു തവണ വന്നായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ എനിക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാൻ വരുമെന്ന് ഒട്ടും വിചാരിച്ചത്. ഇന്ന് രാവിലെ തന്നെ കൊച്ചിയിൽ നിന്ന് എത്തിയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തായാലും വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ തന്നെ വിദ്യേച്ചിക്ക് മെസ്സേജ് അയച്ചു, അപ്പോൾ വിദ്യേച്ച് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വന്നു. മിസ് ചെയ്യാറില്ല ഒരിക്കലും വിദ്യാരംഭം. അതുപോലെ ഓരോ സിനിമ ഇറങ്ങിക്കഴിയുമ്പം അത് ഗുരുനാഥിയായിട്ട് ഷെയർ ചെയ്യാറുണ്ട്? പോസ്റ്റേഴ്സ് അങ്ങനെ ചോദിച്ചാൽ ഇല്ല. അല്ല അങ്ങനെയല്ല, വിദ്യേച്ച് എല്ലാം കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കും.
പടം കണ്ടു, നന്നായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാറുണ്ട്. പുതിയൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഓടിച്ചെന്ന് പറയുന്നത് ആരെടുത്ത? രാഹുലേട്ടൻ, എൻ്റെ ചേട്ടനും, ഹസ്ബൻഡും ചേട്ടനും. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പ്രേക്ഷകരോട് എന്താ കൂടുതലായിട്ട് പറയുന്നത്? ഇനിയും സപ്പോർട്ട് ചെയ്യുക, പടങ്ങൾ കാണുക, വിജയിപ്പിക്കുക, ഇതൊക്കെ തന്നെ. ഓക്കെ. അപ്പോൾ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ച അഖിലേക്ക് നെറ്റ്വർക്ക് ചാനലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പലിയേരി മൂകാംബിക ക്ഷേത്രത്തിൽ കനകവർഷ ചടങ്ങ് ഭക്തി നിർഭരമായി നടന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. ഉത്തര മലബാറിലെ പ്രധാന ദേവീക്ഷേത്രമായ പലിയേരി മൂകാംബിക ക്ഷേത്രത്തിലെ കനകവർഷ ചടങ്ങ് ഭക്തി നിർഭരമായി നടന്നു. മഹാനവമി ദിവസം അത്താഴപൂജയ്ക്ക് ശേഷമാണ് കനകവർഷ ചടങ്ങ് നടന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ കനകവർഷ ചടങ്ങിന് സമാനമായ ചടങ്ങാണിത്. അത്താഴപൂജയ്ക്ക് ശേഷം ശ്രീകോവിലിനകത്ത് പൂജിച്ച നാണയങ്ങൾ ക്ഷേത്രത്തിരുമുറ്റത്തെ പീഠത്തിൽ കയറി നിന്നാണ് മേൽശാന്തി ചുറ്റുപാട് നിന്ന ഭക്തരുടെ ഇടയിലേക്ക് എറിഞ്ഞത്. വരും നാളുകളിലെ അനുഗ്രഹങ്ങൾക്കായുള്ള നാണയത്തുട്ടുകൾ പിടിക്കാൻ നൂറുകണക്കിന് കൈകൾ ഉയർന്നു പൊങ്ങിയപ്പോൾ അത് മനോഹരമായ കാഴ്ചയായി മാറി. മരങ്ങാട്ടിലത്ത് ഹരിപ്രസാദ് നമ്പൂതിരി, മരങ്ങാട്ടിലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് കനകവർഷ ചടങ്ങിന് എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വിലപിടിപ്പുള്ള വസ്തുക്കളും പ്രത്യേകം സൂക്ഷിക്കുക. കൈക്കുഞ്ഞുങ്ങൾ. പിലാത്തറ അരവിന്ദ് വിദ്യാലയം വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ 2 ദശാബ്ദകാലമായി പഠന പ്രവർത്തനങ്ങളോടൊപ്പം സാംസ്കാരികവും മൂല്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസത്തിലൂടെ ആദർശശുദ്ധിയും സമർപ്പണ മനോഭാവവും ദേശഭക്തിയുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചുകൊണ്ട് പിലാത്തറ ആഞ്ജനേയഗിരിയിൽ പ്രവർത്തിക്കുന്ന അരവിന്ദ വിദ്യാലയം വിജയദശമി ദിനം സമുചിതമായി ആഘോഷിച്ചു. മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിവിധ പൂജാകർമ്മങ്ങൾ നടന്നു. സർവ്വസൗഭാഗ്യദായിനി പൂജയിലും വിദ്യാരംഭത്തിലും പങ്കെടുക്കാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എത്തിച്ചേർന്നു. വിദ്യാലയ സമിതി പ്രസിഡന്റ് VP രഞ്ജിത്ത്, പത്മാവതി അമ്മ എന്നിവർ സംബന്ധിച്ചു. കൊട്ടാരം ജയരാമൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും തുടർന്ന് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യദായിനി പൂജയും നടന്നു. വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗ പരിപാടിയൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു വിദ്യാലയത്തെ വളർത്തിയെടുക്കാൻ രക്ഷകർത്താക്കന്മാര്, നേരത്തെ സിദ്ധാർത്ഥൻജി സൂചിപ്പിച്ചതുപോലെ രക്ഷകർത്താക്കന്മാര് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് മാറാം. നമ്മുടെ ഈ ഗ്രാമത്തിന് ചുറ്റുമുള്ള, ഈ സ്കൂളിന് ചുറ്റുമുള്ള പല ഗ്രാമങ്ങളെയും പോഷക ഗ്രാമങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവിടെ ചെറിയ ചെറിയ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ വിദ്യാലയത്തിലേക്കുള്ള കുട്ടികളെ അടുത്ത വർഷമാകുമ്പോഴേക്ക് അഡ്മിഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു 1-2 മാസം കൊണ്ട് അടുത്ത വർഷത്തേക്ക് വേണ്ടുന്ന കുട്ടികളെ അഡ്മിഷൻ നടത്തി നല്ല രീതിയിലുള്ള ഒരു മാറ്റം വരുത്താൻ വേണ്ടി രക്ഷാകർത്താക്കൾ മാത്രം വിചാരിച്ചാൽ സാധിക്കുള്ളൂ. വിദ്യാലയ സമിതിക്കോ അല്ലെങ്കിൽ മറ്റുള്ള സമിതികൾക്കോ ഒരു പരിമിതിയുണ്ട്. നമ്മളാണ് ഇതിന്റെ ഉപഭോക്താക്കൾ. ശരിക്കും ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് രക്ഷാകർത്താക്കന്മാരാണ്. തന്റെ കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു, ആ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ്, ഇതൊക്കെ നമുക്കറിയാം. VV രാമചന്ദ്രൻ, സിദ്ധാർത്ഥൻ വണ്ണാരത്ത്, AK സുരേഷ് കുമാർ, സജീവൻ, രാമചന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ ലളിതാംബിക, HM സുനിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അരവഞ്ചാലിൽ ഇവ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രശസ്ത നാടക സിനിമാ താരം മഞ്ജുളൻ മുഖ്യാതിഥിയായി. അരവഞ്ചാലിൽ ഇവ ഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത നാടക സിനിമാ നടൻ മഞ്ജുളൻ മുഖ്യാതിഥിയായി. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ബ്യൂട്ടി പാർലർ എന്നിവയടങ്ങുന്നതാണ് സ്ഥാപനം. മുൻനിര കമ്പനികളുടെ പെയിന്റുകളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. എല്ലാത്തരം ഗുണനിലവാരമുള്ള പ്ലംബിംഗ് ഉപകരണങ്ങളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ ലഭിക്കുമെന്നത് ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. RR കബേൽ കമ്പനികളുടെ കേബിളുകൾ, ലാഗ്രാൻഡിന്റെ എല്ലാ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നതും എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ്.
DB മെറ്റൽ ബോക്സ് എന്നിവയും ലഭ്യമാണ്. കൂടാതെ ഇവാ ഗ്രൂപ്പിന്റെ ബ്യൂട്ടി പാർലറും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫേസ് മസാജിംഗ്, ഹെയർ കട്ടിംഗ്, ത്രെഡിംഗ് തുടങ്ങി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ ഇവാ ബ്യൂട്ടി പാർലറും ഒപ്പമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓഡിറ്ററി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ മാതമംഗലത്ത് SBI ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓഡിറ്ററി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ മാതമംഗലത്ത് SBI ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ടി മധുസൂദനൻ MLA സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ സംസാര, കേൾവി സംബന്ധമായ വൈകല്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതിനായാണ് ഓഡിറ്ററി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. സ്പീച്ച് സർവീസിൽ സ്പീച്ചിംഗ് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, സ്പീച്ച് ആൻഡ് ഇവല്യൂഷൻ, വോയിസ് തെറാപ്പി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ട്രെയിനിംഗ്, ന്യൂറോളജിക്കൽ സ്പീച്ച് ഡിസോർഡർ തുടങ്ങിയ സേവനങ്ങളും, ഹിയറിംഗ് സർവീസിൽ പ്യുവർ ട്യൂൺ ഓഡിയോമെട്രി, ഹിയറിംഗ് എയ്ഡ് ട്രയൽ ആൻഡ് ഫിറ്റിംഗ്, ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാമിംഗ് ആൻഡ് റിപ്പയർ, ഓഡിറ്റോറി ട്രെയിനിംഗ് തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭ്യമാകും. ഓഡിറ്ററി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന സെന്റർ ഇന്നു മുതൽ SBIക്ക് അടുത്ത് നമ്മൾ സേവനം സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ സ്പീച്ച് സർവീസസ് ആയിട്ട് നമ്മൾ സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികൾ, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള കുട്ടികൾക്ക് തെറാപ്പി, ഇവാലുവേഷൻ, അതേപോലെ വോയിസിന് പ്രോബ്ലം ഉള്ളവർക്ക് വോയിസ് തെറാപ്പി, ഫ്ലുവൻസി തെറാപ്പി എന്നിങ്ങനെ സ്പീച്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെയിം ഹിയറിങ്ങിൽ വരുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റസ്, ഹിയറിംഗ് എയ്ഡ്, ശ്രവണ സഹായികൾ എല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിശദ വിവരങ്ങൾക്ക് 8591313161 എന്ന നമ്പറിലും 8075406257 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്ര നവരാത്രി മഹോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രം നവരാത്രി മഹോത്സവത്തിന് സമാപനമായി. സമാപന സമ്മേളനം ക്രൈംബ്രാഞ്ച് SP KV വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ നമ്മളെല്ലാം ബോധവുമാണ്. പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ വിവിധ പരിപാടികൾ, സാംസ്കാരിക പരിപാടികളടക്കം നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിൻ്റെ ഹൃദയത്തുടിപ്പുകൾ മനസ്സിലാക്കി ക്ഷേത്രത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് ഉള്ള പ്രയാണം നടത്തി വരികയാണ്. അതിന് നമുക്കറിയാം, തീർച്ചയായിട്ടും മൂകാംബിക ദേവിയുടെ അകമഴിഞ്ഞ അനുഗ്രഹം ഉണ്ടാകും. അതാണ് ഇവിടെ എത്തിച്ചേർന്ന ജനസംശയം. ചടങ്ങിൽ വിപിൻ M അധ്യക്ഷനായി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ PV കൃഷ്ണൻ മാസ്റ്റർ അനുമോദിച്ചു. പ്രേമൻ PV, P ഗോപാലകൃഷ്ണൻ, AV ഗിരീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ ചെറുകുന്ന് ടൗണിൽ വാഹനാപകടം. പഴയങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ സോളാർ ലൈറ്റിന്റെ തൂണിലിടിച്ചാണ് അപകടം നടന്നത്. വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. അപകടത്തിൽ കാർ ഡ്രൈവർക്കും കൂടെയുണ്ടായ ആളിനും പരിക്കേറ്റു. ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുകുന്ന് തറയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. ഇതിനകം 3ഓളം അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. രാത്രികാലങ്ങളിലെ വെളിച്ചക്കുറവ് അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായി നാട്ടുകാർ പറയുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നിയന്ത്രണം വിട്ട കാർ സമീപത്തെ ബേക്കറിയിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. വണ്ടി പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന വണ്ടി അടിച്ച് തിരിച്ചിങ്ങോട്ട് വന്നതാണ് ഈ പൊസിഷൻ. ഇതിനിടെ ഒരു 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു വത്സറിന്റെ ഈ ലാൻഡ് ബേക്കറിന്റെ ഷട്ടർ ഗ്ലാസ് കുറെ അടിച്ചേർത്ത് ഒരു വണ്ടിയും പോയി. ഇവിടെ ലൈറ്റിന്റെ പ്രകാശക്കുറവുണ്ട്. ഇവിടെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഇവിടെ ഈ ചെറുകുന്നുള്ള മാത്രമേ ഇല്ലാതല്ലോ. ഇത്രയും നല്ലൊരു വലിയൊരു ടൗണാണ്. ചെറുകുന്ന അമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടം നല്ലൊരു ഏരിയ. പക്ഷെ ഇവിടെ മാത്രം ലൈറ്റ് ഇല്ല, കാര്യമായിട്ടില്ല. വാഹനങ്ങളുടെ അമിത വേഗത പറയാനില്ല, ഭയങ്കര തിരക്കാണ്. കാരണം ഇപ്പോൾ ട്രാഫിക് ജാം എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെയും തുടങ്ങി. നേരത്തെ നമ്മളെ ചെറുകുന്ന് കണ്ണപുരം പരിസരത്തൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ 3-4 ദിവസമായി ഇവിടെയും കാണുന്നുണ്ട്. ഇവിടുന്ന് കണ്ണപുരം സ്റ്റേഷൻ വരെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഫുൾ തിരക്കായിരുന്നു. അപകടത്തിൽപ്പെട്ട കാർ ഇവിടെ നിന്ന് മാറ്റാൻ വൈകിയത് ഗതാഗതക്കുരുക്കിനും കാരണമായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
അമീബിക് മസ്തിഷ്ക ജ്വരം നിയന്ത്രണ വിധേയമാക്കാനുള്ള ആരോഗ്യ വകുപ്പിന്റെ നടപടികൾക്ക് സഹായമേകി വിമുക്ത ഭടന്മാരുടെ സംഘടന. പടന്ന പഞ്ചായത്തിലെ നടക്കാവ് കാപ്പുകുളത്തിൽ ക്ലോറിനേഷൻ നടത്തിയും പരിസരം ശുചീകരിച്ചുമാണ് ഇവർ മാതൃകാ പ്രവർത്തനം നടത്തിയത്. മഹാത്മാഗാന്ധിയുടെ സ്വച്ഛ ഭാരത് എന്ന സ്വപ്ന സാക്ഷാത്കരണ ഭാഗമായാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുളത്തിൽ ക്ലോറിനേഷൻ നടത്തി പരിസര ശുചീകരണം നടത്തിയത്. മലിനജലത്തിൽ കുളിക്കുന്നത് മൂലം നിരവധി പേർ മസ്തിഷ്ക ജ്വരം, എലിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പിടിപെട്ട് മരിക്കാനിടയായ സാഹചര്യത്തിലാണ് നീന്തൽ പരിശീലനം ഉൾപ്പെടെ നടത്തിവരുന്ന നടക്കാവ് കാപ്പുകുളം ക്ലോറിനേഷൻ നടത്തി പരിസരം ശുചീകരിച്ചത്. പടന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അബ്ദുൾ സലീമിന്റെ മേൽനോട്ടത്തിൽ വിമുക്ത ഭടന്മാർ കാപ്പുകുളം ക്ലോറിനേഷൻ നടത്തി. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ യൂണിറ്റ് അതിമഹത്തായ ഒരു മാതൃകാപരമായിട്ടൊരു പദ്ധതിയാണ് ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തപ്പെടുന്നത്. വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിമുക്ത ഭടന്മാർ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലെ സേനാംഗങ്ങൾ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി വലിയ സംഭാവനകൾ അർപ്പിച്ചവരാണ്. അവർ അവരുടെ വിശ്രമകാലത്ത്, അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ ഏറ്റവും വലിയ രൂപത്തിലുള്ള മഹത്തായ സേവനമാണ് അവർ അർപ്പിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പടന്ന ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഈ വിശാലമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നവീകരിച്ചിട്ടുള്ള ഈ കാപ്പുകുളം. ഒരുപാട് പേര് നീന്തൽ അതുപോലെ തന്നെ മറ്റ് പരിശീലനത്തിനും മത്സരത്തിനുമെല്ലാം ഉപയോഗിക്കുന്ന എക്സ് സർവീസസ് ലീഗ് തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇ രാജൻ, പി വി മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ സ്വാമി ആനന്ദതീർത്ഥ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് മെമ്പർ രാമകൃഷ്ണൻ കണ്ണും ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ സ്വാമി ആനന്ദതീർത്ഥ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ ഗാന്ധിമാവിൻ ചുവട്ടിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും പ്രാർത്ഥനാ യോഗവും നടന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി ഗ്രന്ഥാലയം പ്രസിഡന്റ് AK P നാരായണന്റെ അധ്യക്ഷതയിൽ സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് മെമ്പർ രാമകൃഷ്ണൻ കണ്ണോം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് മെമ്പർ പ്രകാശൻ തെക്കൻ പ്രഭാഷണം നടത്തി. M സജീവൻ, അഭയദേവ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണവും ശുചിത്വോത്സവവും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ഭാരത സർക്കാർ യുവജന കാര്യകായിക മന്ത്രാലയം, മേര യുവ ഭാരത് കണ്ണൂർ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സംയുക്ത നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണവും ശുചിത്വോത്സവം, ക്വിസ് മത്സരം എന്നിവ സംഘടിപ്പിച്ചു. ചെറുതാഴം ഉച്ചൂളിക്കുന്നിൽ നടന്ന ശുചിത്വോത്സവം പരിപാടി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഭാരത സർക്കാരിൻ്റെ യുവജന മന്ത്രാലയവും അതുപോലെ തന്നെ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയും റെഡ് സ്റ്റാർ കോവലും ചേർന്നുകൊണ്ട് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 മുതൽ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടി കിടന്നൊരു പ്രദേശമാണ് ഇവിടെ. കുപ്പിയും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഈ പ്രദേശം ഇന്ന് രാവിലെ മുതൽ ഇവിടെ റെഡ് സ്റ്റാറിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് പൊതുജനങ്ങളും അതുപോലെ തന്നെ ഹരിതകർമ്മസേന അംഗങ്ങളും എല്ലാം ചേർന്നുകൊണ്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. റെഡ് സ്റ്റാർ കോവൽ പൊതുവിൽ നമ്മുടെ നാടിൻ്റെ വിവിധ മേഖലകളിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന യുവജനങ്ങളുടെ പൊതുവായിട്ടുള്ള അവരുടെ ശേഷിയെ വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അവരുമായി ചേർന്നുകൊണ്ടാണ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഇത്ര വിപുലമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. U സുരേശൻ അധ്യക്ഷത വഹിച്ചു. T രമേശൻ, ഷീന PP, A നിഷാന്ത്, MP ഗിരീഷ്, TP സീമ, PP ഷീല, OK ബൈജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ പരിസ്ഥിതി ഗാനങ്ങൾ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പ്ലാത്തറ. കണ്ണൂർ ജില്ലാ സൈനിക വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയായ ടീം കണ്ണൂർ സോൾജിയേഴ്സ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി വിപുലമായി ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ ഗേൾസ് ഹൈസ്കൂൾ പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി.
പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ 4 ട്രെയിനിംഗ് സെന്ററുകളിലെ കുട്ടികളും അംഗങ്ങളും ചേർന്ന് പയ്യന്നൂർ ഗേൾസ് ഹൈസ്കൂൾ പരിസരം ഉൾപ്പെടെ ധർമ്മശാല, ഇരിട്ടി, പാതിരിയാട് എന്നീ പ്രദേശങ്ങളിൽ പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും സാമൂഹിക ഉത്തരവാദിത്വവും മുൻനിർത്തുന്നതിനായിട്ടായിരുന്നു ഈ പ്രവർത്തനങ്ങൾ. ശുചിത്വം സേവനമാണ് എന്ന മഹാത്മാഗാന്ധിയുടെ സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഈ പരിപാടി ലക്ഷ്യമിട്ടതെന്ന് സംഘാടകർ അറിയിച്ചു. സമൂഹത്തിന് നല്ലൊരു മാതൃകയായി മാറുന്നതിനും കുട്ടികളിൽ സാമൂഹിക ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിനും ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ടീം കണ്ണൂർ സോൾജിയേഴ്സ് ഭാരവാഹികൾ വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധിയുടെ 156ാം ജന്മദിനം കൂർക്കര മഹാത്മാ മന്ദിരത്തിൽ ആഘോഷിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുരളി പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധിയുടെ 156ാം ജന്മദിനം കൂർക്കര മഹാത്മാ മന്ദിരത്തിൽ ആഘോഷിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുരളി പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. മനസ്സിന്റെ വിശാലതയിലൂടെ ജീവിക്കാൻ കഴിയുന്ന ഒരു ലോകമായി മാറണമെന്ന വലിയ പ്രത്യയശാസ്ത്രബോധം ഈ ലോകത്തിന് സംഭാവന നൽകുകയും ചെയ്തുവെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മജയന്തിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ധീര രക്തസാക്ഷിത്വവും എല്ലാം ആചരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത വ്രതം നോറ്റെടുത്ത ഒരു രാജ്യത്ത് പോലും അദ്ദേഹത്തെ നിഷ്കാസിതനാക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിന്റെ ഭീകരമായ മുഖവും ആ ഭരണകൂടം ലോകത്ത് അത്തരം ത്രയങ്ങളിലൂടെ സഖ്യം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വർത്തമാനകാല രാഷ്ട്രീയം ഭീതിജനകമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. പി വിജയൻ മാസ്റ്റർ, NV രഘുനാഥ്, പുഷ്പ തറമ്മൽ, രമേശൻ കച്ചേരി, സനാദ് PE, ശങ്കരൻ P, ആകാശ് ഭാസ്കരൻ, രജനി രമേശൻ കുന്നാവിൽ, രജിത്ത് മണിയറ, പ്രകാശൻ P, കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമം കുറ്റൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തി. മാതമംഗലത്ത് നടന്ന ബസാറിൽ നടന്ന ശുചീകരണ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എരമം കുറ്റൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണം നടത്തി. മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരും ശുചീകരണത്തിന് പങ്കാളികളായി. ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. മാതമംഗലത്ത് ബസാറിൽ നടന്ന ശുചീകരണം പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വമായി പ്രഖ്യാപിച്ചുവെങ്കിലും ശുചിത്വ പ്രവർത്തനം ഒരു നിരന്തര പ്രക്രിയ ആയതുകൊണ്ട് ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്താൻ നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ദിവസം ഇതുപോലെ പ്രവൃത്തികൾ നടത്തുന്നത്. നമ്മുടെ മാതമംഗലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിഭാഗം അവരുടെ സഹായത്തോടുകൂടി ഏതാണ്ട് 100ഓളം കുട്ടികളും അതിൻ്റെ ലീഡർഷിപ്പുള്ള അധ്യാപകരും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഈ പ്രവർത്തനത്തിന് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഈ ടൗൺ മുഴുവൻ ഉള്ള ചെറിയ മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും പ്രതികൂലമാണെങ്കിലും നമ്മുടെ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി നല്ല സന്നദ്ധയോടുകൂടി NSS വിഭാഗം ടീച്ചർമാരും വന്നിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ട് ശുചീകരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർമാർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏഴിലോട് AKG സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മുൻ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. ഏഴിലോട് AKG സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മുൻ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ഗാന്ധിജിയുടെ ഫോട്ടോ പോലും പാർലമെന്റിനകത്തുനിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയോ അതുപോലെ തന്നെ സവർക്കറെയൊക്കെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ അടുത്ത ദിവസം വന്നത് സ്റ്റാമ്പിലടക്കം സവർക്കറുടെ ചിത്രം വെച്ചുകൊണ്ട് സ്റ്റാമ്പ് ഗാന്ധിജിയെ മാറ്റിക്കൊണ്ട് സവർക്കറുടെ ചിത്രം വെച്ചുകൊണ്ട് സ്റ്റാമ്പ് അടിക്കുന്നതിന് വേണ്ടിയൊക്കെ തയ്യാറായി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ സമാധാനമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കണം എന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം നിങ്ങളോട് പറയാനുള്ളത് എന്ന് തന്നെയാണ് ഗാന്ധിജി പറഞ്ഞത്. ലളിതമായ ജീവിതവും. MP ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K രമേശൻ, P അശോകൻ, P രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. AV മണിപ്രസാദ് സമ്മാന വിതരണം നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വയോജനമേള സംഘടിപ്പിച്ചു. കണ്ണങ്കാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി രവി ഏഴും ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ വയോജനമേള സംഘടിപ്പിച്ചു. കണ്ണങ്ങാട്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി രവി ഏഴും ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങൾക്ക് കമ്മീഷനുണ്ട്. നിങ്ങളുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെന്റ്. ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന അല്ലേ അതുകൊണ്ടാ ജീവിതത്തിന്റെ അനുഭവം ഉള്ളതുകൊണ്ടാണ്. എന്താ അനുഭവം? അനുഭവിച്ച് മതിയായി അല്ലേ? ജീവിതത്തിന്റെ നല്ല മനോഹരമായ അനുഭവങ്ങളുണ്ട്. പഴയ നാട്ടുപാട്ടൊക്കെ പാടുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ നാട്ടുപാട്ടില്ല. എന്താ നാട്ടുപാട്ടുണ്ടാ? ഇപ്പൊ മനുഷ്യ നാട്ടിൽ പോട്ട് എന്ന് പറയും. നാട്ടിയില്ല. നാട്ടി എടുക്കുന്നത് തന്നെ ആരാ? നമ്മളെ നാട്ടുകാർ കുറവാണ് അല്ലേ? പണ്ട് നാട്ടിക്കണ്ടത്തിലൊക്കെ മനോഹരമായ പാട്ടുണ്ടാവുക. ആറ്റുമണം മേലെ ഉണ്ണിയാച്ച ഊടും കഴിഞ്ഞൂറക്കമായി അല്ലേ? ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ് അല്ലിമലർക്കാവിൽ. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷനായി. കെ പങ്കജാക്ഷൻ, പി എം വത്സല, രാജൻ, ലീല, ശീതള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവരാത്രി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് നാടെങ്ങും ഭക്തിയുടെയും ആഹ്ലാദത്തിന്റെയും നിറവിൽ വിജയദശമി ആഘോഷിച്ചു. അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെച്ച് കുരുന്നുകൾ ഭക്തിയുടെയും വിജ്ഞാനത്തിന്റെയും ഉണർവ് നൽകിയ വിജയദശമി ആഘോഷങ്ങളോടെ ഈ വർഷത്തെ നവരാത്രിക്ക് സമാപനമായി. മഹാത്മാഗാന്ധിയെയും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശ തത്വങ്ങളെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം വഹിച്ച നിർണായക പങ്കിനെയും അനുസ്മരിച്ചുകൊണ്ട് രാജ്യമെമ്പാടും ഗാന്ധി ജയന്തി ആഘോഷം നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷവും പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയും സംഘടിപ്പിച്ചു. ചെറുകുന്നിൽ ബി.ജെ.പി. നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു നാരായണന്റെ വീടിന് നേരെയാണ് ബോംബെറിഞ്ഞത്. ബോംബെറിഞ്ഞത് CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ എന്ന ആരോപണവുമായി ബി.ജെ.പി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.